സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനം SFI-യും AISF-ഉം ഐസയും ഒക്കെ ഓരോ സംഘടനയുടെയും സ്വാധീനമനുസരിച്ച് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത് പുതിയ തലമുറയിൽപ്പെട്ടവരെ വലിയ തോതിൽ ആകർഷിക്കുന്ന വിധത്തിൽ ഈ വിദ്യാസമരത്തിന് പുതിയ ഒരു തലം കൊടുക്കുന്നതിൽ പാർട്ടികൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, അല്ലേ? പാർട്ടികൾ അങ്ങനെ ഒരു പങ്ക് വഹിച്ചതിന് നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത്? ആരോടാണ് നന്ദി പറയേണ്ടത്? അഭിജിത്ത് ദിർക്കയോടാണ് നന്ദി പറയേണ്ടതെന്ന് പെട്ടെന്ന് തോന്നാം. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത, ഈ സംഘടന ഉണ്ടാക്കിയ പാർട്ടികളുടെ ജനാധിപത്യ പാർട്ടി, അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പാർട്ടിയുടെ ഇംഗ്ലീഷാണ് കോക്രോച്ച്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വിദ്വാനാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. മെയ് 15-ാം തീയതിയാണ് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. എന്താണ് നമ്മുടെ രാജ്യത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? കുറെ ചെറുപ്പക്കാര്, തൊഴിലില്ലാത്ത കുറെ ചെറുപ്പക്കാര് വേറെ പണിയൊന്നുമില്ലാതെ പാർട്ടിയും ചിതലിനെയും പോലെ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. മെയ് 15 നമ്മൾ ഈ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകര് ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ചില പാഠങ്ങൾ പഠിക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത് പരസ്യമായി. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു അരികവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണ്, ഈ അഭിജിത്ത് ദിർക്കെ. പട്ടികജാതി പട്ടികൾക്ക് വിഭാഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ പറയണം, മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ വലിയൊരു യുവത്വത്തിന്റെ പോരാട്ട പ്രതീകമായി ദിർക്കെ വളർന്നിട്ടുണ്ട്. അംഗീകരിക്കണമെന്ന് അദ്ദേഹം ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടു. അങ്ങനെ തുടങ്ങി. അത് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ പാർട്ടികളും ചതിരികളും പോലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു, അവരാണെങ്കിൽ വളരെ ലേസിയാണ്, ഉദാസീനര എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദിർക്കെ, ഞങ്ങൾ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞുപോകുന്നതിന് ഞങ്ങൾ പാർട്ടികളാണ്. അതുകൊണ്ട് പാർട്ടികളായ തൊഴിലില്ലാത്ത ഞങ്ങൾ ഒരു പാർട്ടികളുടെ പാർട്ടി ഉണ്ടാക്കുക അങ്ങനെ പ്രഖ്യാപിച്ചു. ഇത് ചേരാനുള്ള യോഗ്യത എന്താ? തൊഴിലില്ലാതിരിക്കണം, ലേസി ആയിരിക്കണം. സുപ്രീം കോടതിക്ക് പറഞ്ഞല്ലോ ഇവരെല്ലാം ലേസിയാണ്. അപ്പൊ തൊഴിലില്ലാത്ത മടിയന്മാരായ ചെറുപ്പക്കാർ പാർട്ടിയിൽ ചേർന്നോളൂ, ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വിമർശിക്കാൻ ഒരു ഐറണിക്കലായി വിരുദ്ധോക്തിയിൽ ഞാൻ പറഞ്ഞതാ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതങ്ങ് പടർന്നു. ചെറുപ്പക്കാർ പ്രതിഷേധത്തോടുകൂടി പകുതി തമാശയ്ക്ക് തുടങ്ങിയ ഈ പരിപാടിയിൽ ചെറുപ്പക്കാർ രോഷാകുലരായി ചേർന്നു. ഉടനെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഞാനിങ്ങനെ ചെറുപ്പക്കാരെ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ഒന്നും ആക്ഷേപിച്ചിട്ടില്ല. അങ്ങനെ ചില വിശദീകരണമായിട്ട് ചിലർ ഇറങ്ങുമല്ലോ, താൻ പറഞ്ഞത് പ്രശ്നമായി എന്ന് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ കള്ള ഡിഗ്രിയിലൊക്കെയായി പ്രശ്നം ഉണ്ടാക്കുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഉടനെ വരുന്നു അഭിജിത്ത് ദിർക്കയുടെ പ്രതികരണം. എന്താ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലായിരുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തേർഡ് ഡിഗ്രിയാണെന്നുള്ള ചർച്ചയുണ്ട്. ചർച്ചയല്ല, അതാ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ തന്റെ സംഘടനയ്ക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് അപ്പോൾ പുതിയ തലമുറയുടെ ഭാവനയെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിഭാശാലി കൂടിയാണ് അഭിജിത്ത് ദിർക്കെ എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം.